കൃഷിയൊക്കെ ചെയ്ത് പോവുകയാണ് നമുക്ക് ഓരോരോ കാര്യങ്ങളൊക്കെ മനസ്സിലായി വരുന്നത് അല്ലേ? അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു കുഞ്ഞു പരീക്ഷണത്തിൻ്റെ കഥയാണ് ഈ വീഡിയോ. നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ ഞാൻ കുറേ പച്ചക്കറികളൊക്കെ നടുന്ന സമയത്ത് പുതിയ എന്തെങ്കിലുമൊക്കെ നമ്മൾ പരീക്ഷിക്കാനായിട്ട് തുടങ്ങാറുണ്ട്. എക്സാമ്പിൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ നമുക്ക് മണ്ണില്ലാത്ത സ്ഥലങ്ങളിൽ, അപ്പോൾ പാറകളൊക്കെ ആയിട്ടുള്ള മണ്ണധികം ഇല്ലാത്ത സ്ഥലങ്ങളിലാണെങ്കിൽ മണ്ണില്ലാതെ എങ്ങനെ കൃഷി ചെയ്യാമെന്നായിരിക്കും അല്ലേ കൂടുതൽ ആളുകളും ചിന്തിക്കുന്നത്. അപ്പോൾ അതുപോലെ ഒരു പരീക്ഷണമാണ് കേട്ടോ ഇതും. ഞാൻ ഈ പച്ചക്കറി കൃഷിയൊക്കെ തുടങ്ങുന്ന സമയത്ത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ അതിന് വേണ്ടിയിട്ടുള്ള വളങ്ങളില്ല, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള എന്താ പറയുക ചകിരിച്ചോറില്ല നമുക്ക് വിത്ത് പാകാനുള്ള. അപ്പം അങ്ങനെ ഞാൻ തേടി കണ്ടുപിടിച്ചൊരു സംഭവമാണ് ഈ വാഴയിലയിൽ നമ്മൾ മണ്ണ്, നല്ല പൊടി മണ്ണ്, അതായത് കുറച്ച് വളവും എല്ലാ കാര്യങ്ങളും ചേർത്തിട്ട് നമ്മളിതിലേക്ക് മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മളിപ്പം വാഴയിലയിൽ മണ്ണിലേക്ക് ഇറക്കി വെച്ചിട്ട് അതിൽ തന്നെ നമുക്ക് വിത്ത് പാകി കൊടുക്കാം. പിന്നീട് വിത്ത് മുളച്ച് കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് എന്താ പറയുക വാഴയില മണ്ണിലേക്ക് അലിഞ്ഞ് പൊയ്ക്കോളുകയും ചെയ്യും. അപ്പോൾ നമുക്ക് പറിച്ച് നടുന്ന ആ ഒരു കാര്യം നമുക്കിവിടെ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ രീതിയിൽ ഞാൻ ചെയ്തിട്ടുള്ള വെണ്ട കൃഷി അതിൽ സക്സസ് ആയ 2-3-4 വെണ്ടകളുണ്ട് കേട്ടോ. അപ്പം ഞാൻ അതൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ വീഡിയോയുടെ ലാസ്റ്റ്. അപ്പം ഞാനിപ്പം ചെയ്യുന്നത് നമ്മൾ വാഴയിലയിലേക്ക് വഴുതനയുടെ വിത്തുകളാണ് കേട്ടോ പാകി കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഇവിടെ പാറയാണ് കേട്ടോ ഫുള്ളായിട്ടും. ഞാൻ കരിയിലെല്ലാം കൂട്ടി വെച്ച് അതിന് മുകളിൽ കുറച്ച് മണ്ണൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിരിക്കുന്നതാണ്. മണ്ണും വളവും ചാരവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പം അതിലേക്കാണ് ഞാനിപ്പോൾ ഇത് പാകി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് വളർന്നു കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് ഇനി പറിച്ച് നടേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. നമുക്ക് കുറച്ച് മണ്ണ് കൂട്ടി കൊടുത്താൽ മാത്രം മതിയാകുമേ. അപ്പോൾ ഈ ഒരു മാസം തൊട്ട് നമ്മൾ വഴുതനയൊക്കെ നടുക ആണെന്നുണ്ടെങ്കിൽ മഴക്കാലം ആകുമ്പോഴത്തേക്കിനും നല്ലൊരു വിളവ് നമുക്ക് കിട്ടും കേട്ടോ. മഴക്കാലത്തൊക്കെ വഴുതന നല്ലതായിട്ട് എന്താ പറയുക പുഴുക്കേടൊന്നും ഇല്ലാണ്ട് കീടങ്ങളുടെ ശല്യമൊന്നും ഇല്ലാണ്ട് നമുക്ക് വളർത്താൻ പറ്റുന്നൊരു പച്ചക്കറി ഇനമാണ്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ നേരത്തെ അവിടെ മത്തനും കൂടെ പാകി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ ചുവട്ടിൽ നിൽക്കുന്നതായിട്ട് കാണുന്നത്. പിന്നെ നമ്മുടെ വെണ്ട കണ്ടില്ലേ, നമ്മളിത് ആ രീതിയിൽ നമ്മൾ നട്ടു കൊടുത്തിട്ടുള്ള വെണ്ടയായിരുന്നേ. നമ്മൾ പറിച്ച് നട്ടിട്ടൊന്നുമില്ല, അത് അങ്ങനെ തന്നെ വെച്ചിരിക്കുകയാണ്. വാഴയിലൊക്കെ അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ 2-3 നല്ലതായിട്ട് നല്ല വളർച്ചയൊക്കെ വന്നിട്ടുണ്ട്. അതിൽ കായൊക്കെ ഇടാനായിട്ട് മുട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടില്ലേ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തണം കേട്ടോ. അപ്പം നമ്മൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചെയ്തിട്ട് വീഡിയോസ് ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അപ്പം കുറച്ച് ഗ്രോ ബാഗും കൂടെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാൻ അതും കൂടെ ഒന്ന് നിറച്ച് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് വെയിലാണെങ്കിൽ നമുക്ക് എന്തായാലും പച്ചക്കറിയൊക്കെ നടാതിരിക്കാനായിട്ട് പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ നമ്മൾ കൃഷിയൊക്കെ കണ്ടിന്യൂ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പം കുറച്ച് ഗ്രോ ബാഗൊക്കെ ഫില്ല് ചെയ്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.